കൊല്ലം ജില്ലയിലെ കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്തിൽ തിങ്കൾകരിക്കത്ത് മലയോര ഹൈവേയിൽ നിന്ന് ഏകദേശം 2 കിലോമീറ്റർ ഓഫ് റോഡ് യാത്ര ചെയ്താൽ കാടിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു മനോഹരമായ സ്വകാര്യ ഫാം ഹൗസ് റിസോർട്ടിലെത്താം. നഗരത്തിന്റെ തിരക്കിൽ നിന്നകന്ന് പ്രകൃതിയുടെ നിശബ്ദതയും ശുദ്ധവായുവും ഒരുമിച്ച് അനുഭവിക്കാനാകുന്ന അപൂർവ കേന്ദ്രമാണിത്. പച്ചപ്പിന്റെ നിറവിലും മലനിരകളുടെ പശ്ചാത്തലത്തിലുമാണ് ഈ സ്ഥലം. വിവിധങ്ങളായ പക്ഷികളും മലയെണ്ണാനും കുരങ്ങനും പന്നിയും കാട്ടുപോത്തും ഒക്കെ ഇവിടുത്തെ സ്ഥിരം അന്തേവാസികളാണ്. പ്രകൃതിയുടെ ഈ ജീവസാന്നിധ്യം സന്ദർശകർക്ക് മനസ്സിനും ശരീരത്തിനും ഒരുപോലെ സമാധാനം പകരുന്നു. ഓഫ് റോഡ് യാത്ര തന്നെ ഒരു സാഹസിക അനുഭവമായി മാറുമ്പോൾ ഫാം ഹൗസിലെത്തിയാൽ അതിന്റെ മനോഹാരിതയാൽ യാത്രയുടെ ക്ഷീണം മുഴുവൻ മറക്കുന്നു. പ്രകൃതിയോട് ചേർന്ന് രൂപകൽപ്പന ചെയ്ത താമസ സൗകര്യങ്ങൾ ക്രമീകരിച്ചു വരുന്ന ഘട്ടത്തിലാണെങ്കിലും ഇപ്പോൾ അത്യാവശ്യ താമസ സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ലളിതവും സുഖകരവുമായ വാസവ്യവസ്ഥ, ശുദ്ധജല ലഭ്യത, അടിസ്ഥാന അടുക്കള സൗകര്യങ്ങൾ എന്നിവയുണ്ട്. വൈദ്യുതി ആവശ്യങ്ങൾക്കായി സോളാർ പാനൽ സംവിധാനം ഒരുക്കിയിരിക്കുന്നതിനാൽ ഗ്രിഡ് വൈദ്യുതിയെ ആശ്രയിക്കാതെ പരിസ്ഥിതി സൗഹൃദമായ സ്വയം പര്യാപ്തത കൈവരിച്ചിരിക്കുന്നു. എന്നാൽ ഈ ഫാം ഹൗസിനെ വാണിജ്യാടിസ്ഥാനത്തിൽ ഉപയോഗിക്കാൻ ഉടമയ്ക്ക് താല്പര്യമില്ല. കുടുംബ സുഹൃത്തുക്കളും പരിചയക്കാരും യഥേഷ്ടം എത്തിച്ചേരുന്ന ഒരു സ്വകാര്യ വിശ്രമ കേന്ദ്രമായാണ് ഇത് നിലനിൽക്കുന്നത്. ഇതിന്റെ ഉടമ റിട്ടയർഡ് പ്രൊഫസർ ഡോക്ടർ ജോർജ് തോമസ് ആണ്. തുമ്പ സെന്റ് സേവിയേഴ്സ് കോളേജിൽ നിന്നും വിരമിച്ച അദ്ദേഹത്തിനും ഭാര്യ കൊല്ലം ഫാത്തിമ കോളേജിൽ നിന്നും വിരമിച്ച പ്രൊഫസർ ഡോക്ടർ ഷീബയ്ക്കും റിട്ടയർമെന്റ് ജീവിതത്തിൽ ഇടയ്ക്കിടെ വിശ്രമിക്കാനെത്തുന്ന ഒരിടമായി ഈ ഫാം ഒരുക്കിയിരിക്കുന്നു. നിലവിൽ കൊല്ലത്ത് താമസിക്കുന്ന ഇവർ കുടുംബ വീടായ കുളത്തൂപ്പുഴ തിങ്കൾകരിക്കത്തെ വീടിനടുത്തായാണ് ഈ ഫാം വികസിപ്പിച്ചിരിക്കുന്നത്. ചിട്ടയോടെയും ക്രമീകരണത്തോടെയും പരിപാലിക്കുന്ന കുരുമുളക് കൃഷി ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ്. കാരണം കുട്ടിക്കാലം മുതൽ കൃഷിയോട് താല്പര്യമുള്ള ആളാണ് ശ്രീ ജോർജ് തോമസ്. മനസ്സിലെ ഒരു പഴയ ഒരു ആഗ്രഹത്തിൻ്റെ ഒരു സഫലീകരണമാണ് എനിക്ക് കിട്ടിയ കൃഷിഭൂമി. പിതാമഹന്മാരിൽ നിന്ന് കൈമാറിയ കൃഷിഭൂമിയിൽ ഞാൻ കുറച്ച് ഇപ്പം പുതിയ രീതിയിൽ പെപ്പർ കൃഷി തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അതിന് ഞാൻ വരുമ്പോൾ താമസിക്കാൻ വേണ്ടി ഒരു ചെറിയൊരു ഹട്ട് പണിതിട്ടുണ്ട്. പിന്നെ ഞാനും ഭാര്യയും ഇപ്പോൾ റിട്ടയർഡാണ്, മക്കൾ രണ്ടും പുറത്താണ്. അപ്പോൾ ഞങ്ങൾക്കിങ്ങനെ വന്ന് ഇവിടെ എനിക്ക് കൃഷിയോട് നല്ല താല്പര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തുടങ്ങിയൊരു സംരംഭം. പ്രകൃതിയോടൊപ്പം ശാന്തമായി സമയം ചെലവഴിക്കാനുള്ള ഒരു സ്വകാര്യ അഭയ കേന്ദ്രമായി ഈ ഫാം ഹൗസ് മാറുകയാണ്. നിലവിൽ ഈ ഫാമിന്റെ ചുമതലകൾ നോക്കുന്നത് അദ്ദേഹത്തിന്റെ സഹോദരൻ ജോൺ തോമസ് മുളയറയാണ്. പ്രധാനപ്പെട്ട കൃഷി ഇപ്പം ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇവിടെ പൈപ്പുകൾ മുറിച്ചാണ് ഇട്ടിരിക്കുന്നത്. പൈപ്പിന്റെ ഹൈറ്റിനെ കൂട്ടാനുണ്ട്. അത് PVC പൈപ്പിനകത്തിട്ട് കുരുമുളക് കൃഷി ചെയ്യാനായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഒരു 100 മൂടോളം കരിമുണ്ട കൃഷി ചെയ്തിട്ടുണ്ട്, തൈ വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള ഭാഗത്ത് മറ്റ് പന്നിയൂർ 2, പന്നിയൂർ 5, വിജയ്, പിന്നെ കൂമ്പുകൽ എന്നീ തൈകൾ ആണ് വെക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഈ സൗണ്ട് കേൾക്കുന്ന കുരങ്ങന്റെയാണ്. കുരങ്ങന്റെ കൂട്ടുകൊണ്ട്, ഇഷ്ടംപോലെ കുരങ്ങന്റെ കൂട്ടുകൊണ്ട്. അപ്പുറത്ത് കേൾക്കുന്ന മറ്റു കിളികളുടെയാണ്. വളരെ പ്രകൃതി കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന സമയമാണ്. ഇവിടെ മലയണ്ണാൻ ഇവിടെ ഉണ്ട്, ഇപ്പം ഇവിടെയൊക്കെ ഉണ്ട്. ഇവിടെ മലയണ്ണാൻ്റെ കൂടുണ്ട്. അതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇത് കുരങ്ങാണത്. ആ കുരങ്ങും മലയണ്ണാനും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ഈ ഫലവൃക്ഷങ്ങളൊന്നും ലഭിച്ചു കഴിഞ്ഞാൽ നമുക്കത് കിട്ടണമെന്നില്ല, കിട്ടത്തില്ല. അങ്ങനത്തെ ഒരു കുരുമുളകിനെ ശല്യം ചെയ്യത്തില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. ഈ പൈപ്പ് വെച്ചുള്ള കൃഷി എങ്ങനെ? അത് പൈപ്പ് കുരുമുളക് കൃഷി ചെയ്യുന്നത് പൈപ്പിനകത്ത് ഇപ്പം ധാരാളമായിട്ട് ചെയ്യുന്നുണ്ട്. കോൺക്രീറ്റ് പോസ്റ്റിനകത്ത് ചെയ്യുന്നുണ്ട്, പൈപ്പിനകത്ത് ചെയ്യുന്നുണ്ട്. പൈപ്പിനകത്ത് നല്ലതായിട്ട് എല്ലാവർക്കും സംശയമുണ്ട് അട്ടക്കാൽ ഇത് പിടിക്കുമെന്നുള്ളത്. അട്ടക്കാൽ നല്ല സുന്ദരമായിട്ട് അട്ടക്കാൽ പിടിച്ച് നമ്മളത് കൃത്യസമയത്ത് കെട്ടിക്കൊടുക്കണമെന്നേ. വഴനാട്ടിൽ ഇതൊക്കെ ഇട്ട് നമ്മൾ കെട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ സൂപ്പറായിട്ട് കയറിക്കോളും. ഇവിടെ ഇപ്പം ഞങ്ങൾക്ക് അന്നേരം പൈപ്പ് ഇത് ഇട്ട സമയത്ത് പൈപ്പ് തികയാത്തതുകൊണ്ട് ഞങ്ങൾ പൈപ്പ് കട്ട് ചെയ്തായിട്ടേക്കുന്നത്, 2ആയിട്ട് കട്ട് ചെയ്തേക്ക്. ഇനി എത്ര അടി നീളം? ഇത് 4 മീറ്ററിൻ്റെ 5 മീറ്ററിൻ്റെ പൈപ്പുണ്ട്. നമ്മൾ കൂടുതൽ വിട്ടേക്കുന്നത് 4 മീറ്ററിൻ്റെ പൈപ്പാണ് നമ്മൾ എടുത്തത്. ഇനിയും പക്ഷേ നമ്മളിതിപ്പോൾ 4 മീറ്റർ പൈപ്പ് 2ആയിട്ട് കട്ട് ചെയ്തിട്ടേക്കുന്നത്. അന്ന് തികഞ്ഞില്ലായിരുന്നു. ഇത് ഇട്ട സമയത്ത് തികയാത്തതുകൊണ്ട് ഞങ്ങൾ ഇട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി അത് കപ്ലിംഗ് അടിച്ച് നമ്മൾ ഇത് ഹൈറ്റ് കൃത്യമായിട്ട് ഹൈറ്റാക്കി നമ്മൾ വെക്കും. ഒരു 11 അടി 12 അടി ടോട്ടൽ ഹൈറ്റ് ഭൂമി നിരപ്പിന് കിട്ടത്തില്ല. നമ്മൾ 2 അടി താഴ്ത്തിയാണ് നമ്മൾ പൈപ്പ് ഇടുന്നത്. എന്താ തോന്നുന്നു, നമ്മൾ ഇത്രയും ഒരു ജീപ്പിനകത്ത് ഒരു ഓഫ് റോഡ് വന്ന് ഒരു നല്ല പ്രശാന്ത സുന്ദരമായ സ്ഥലത്ത് വന്ന് നിന്നപ്പോൾ എങ്ങനെ ഫീൽ ചെയ്യും? സത്യത്തിൽ നമ്മുടെ കുളത്തൂപ്പുഴയിൽ കാർഷിക മേഖലയാണെങ്കിൽ തന്നെയും എല്ലാവരും ദൈനംദിന വരവിന് വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു കാർഷിക മേഖലയാണ് കണ്ടത്.
അതിൽ നിന്ന് വ്യത്യസ്തമായി അതിലൂടെ ഒരു ടൂറിസത്തെ വികസിപ്പിക്കാനും അതിലുപരിയായി നമ്മളുടെ മാനസികമായ എൻജോയ്മെൻറ്റിനുമൊക്കെ ഉതകുന്ന രീതിയിലുള്ള ഒരു തോട്ടങ്ങൾ ക്രമീകരിക്കുക എന്നുള്ളത് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ തന്നെ ആവശ്യമാണ്. തീർച്ചയായും നമ്മളുടെ കേരളത്തിൽ റബ്ബറിൻ്റെ ഒരു പ്രസക്തി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. റബ്ബറിൽ കൂടെ നമുക്ക് ദൈനംദിന ചെലവിനുള്ള പൈസകൾ ലഭിക്കുന്നു എങ്കിൽ തന്നെയും അത് മാനസികമായി മനുഷ്യന് വളരെയധികം ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്ന ഒരു കാർഷിക മേഖലയായി റബ്ബർ മാറുകയാണ്. കാരണം നമ്മൾക്ക് പഴയ കാലത്ത് നമ്മളുടെ കർഷകരുടെ വീടുകളിൽ എന്തെല്ലാം വിഭവങ്ങൾ ഉണ്ടായിരുന്നു, അതെല്ലാം മാറിയിട്ട് ഇന്ന് വെറും ഒരു റബ്ബറും തോട്ടം മാത്രമായി മാറുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു പഴയ കാലത്തെ കാർഷിക കുടുംബങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു കൃഷിത്തോട്ടം ഉണ്ടാവുന്നത് സന്തോഷകരമാണ്. തീർച്ചയായും നമ്മളുടെ കേരളത്തിൽ അറിയപ്പെടുന്ന ജി തോമസ് സാറിൻ്റെ മക്കൾ ഇപ്രകാരമുള്ള ഒരു കൃഷിത്തോട്ടത്തെ രൂപീകരിക്കുകയും അത് വനത്തിൻ്റെ മധ്യത്തിൽ തന്നെ ആവുകയും അതിലുപരിയായി അവിടെ ഒരു എക്കോ ഫ്രണ്ട്ലി ഒരു നല്ല ഒരു റിസോർട്ട് സൗകര്യങ്ങൾ ഒരുക്കുകയും ഒക്കെ ചെയ്തിരിക്കുന്നത് കാണുമ്പോൾ അതിയായ സന്തോഷം തോന്നുന്നു. തീർച്ചയായും ഇത് കേരളത്തിൽ മറ്റുള്ളവർക്കൊക്കെ ഒരു മാതൃകയായി തീരട്ടെ. ഈ കിഴക്കൻ മലയോര മേഖലകളിൽ എല്ലാ കർഷകരും ഇപ്രകാരമുള്ള റിസോർട്ടുകളും അതുപോലെ തന്നെ കാർഷിക മേഖലകളും സൃഷ്ടിച്ച് കൂടുതലായി ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന ഒരു പരിപാടികൾ ആസൂത്രണം ചെയ്യുകയാണെങ്കിൽ ഈ വയനാടും അതുപോലെ തന്നെ വാഗമണ്ണും മൂന്നാറും എന്നൊക്കെ പറയുന്നത് പോലെ നാളെ കേരളത്തിൽ അറിയപ്പെടുന്ന സ്ഥലമായി മാറുവാൻ സാധ്യതയുള്ളതാണ് തെന്മല, കുളത്തൂപ്പുഴ എന്നുള്ള മേഖലകളും. കുളത്തൂപ്പുഴ കാടാണ് എന്ന് പറഞ്ഞ ജന്മനാടിനെ ഉപേക്ഷിച്ച് സിറ്റിയിൽ കുടിയേറുന്നവർക്ക് സ്വന്തം നാടിന്റെ മഹത്വം തന്റെ പ്രവൃത്തിയിലൂടെ കാണിച്ചു കൊടുത്ത പ്രൊഫസർ ജോർജ് തോമസിനിരിക്കട്ടെ ഒരു കയ്യടി. സ്ട്രീം സ്റ്റുഡിയോ, വള്ളിക്കാല.